ഏകദേശം 4000 സ്റ്റുഡൻസിനെയും അവരെ സപ്പോർട്ട് ചെയ്ത ഏകദേശം 1200 അധ്യാപകരെയും അവരെ പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. പാലസ്തീൻ ഹമാസ് അനുകൂലികൾ. അവരെ ഉൾപ്പെടെ ഏകദേശം 8000 പേരെയാണ് ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പോർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫേസ്. അതായത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങി. അവിടുത്തെ സെക്രട്ടറി ഓഫ് ഹോം ലാൻഡ്, അതായത് ഹോം സെക്യൂരിറ്റി, അവരത് നടപ്പിലാക്കാൻ ഈ ആൾക്കാരെ അവരുടെ വീടുകൾ ഉൾപ്പെടെയാണ് കയറുന്നത്. അവർ താമസിക്കുന്ന സ്ഥലവും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മുഴുവൻ ഡേറ്റ എടുത്തിട്ട് സംഭവം പറഞ്ഞ് പാക്ക് ചെയ്യുക. ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം 500-600 ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഈ പറയുന്ന ഹമാസിന് വേണ്ടി പാലസ്തീനും വേണ്ടി ഞങ്ങളിപ്പോൾ മുസ്ലിങ്ങളാകാൻ പോകുക എന്ന് പറഞ്ഞ സംഭവം ഇവിടെ പല യൂട്യൂബേഴ്സൊക്കെ വലിയ ചെയ്ത സംഭവം. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട്. ആ തലശ്ശേരിക്കാരനാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ട്. അവൾ ഭയങ്കര മിടുക്കരാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു മോഡറേറ്റ് മുസ്ലിമാണ്. വീണ്ടും പറയാൻ ആൾ നല്ല മിടുക്കാണ്. ഞാൻ കുറച്ച് ഫ്രീലാൻസ് വർക്കൊക്കെ ഞാൻ തകൽക്കാനുണ്ടായിരുന്ന സമയത്ത് ഈ പയ്യന് കൊടുക്കുമായിരുന്നു. കാരണം വളരെയധികം സോഷ്യലി കമ്മിറ്റഡാണ്. ഈവൻ അവിടെ അതിൻ്റെ PhD എടുക്കാൻ വേണ്ടി അമേരിക്കൻ അവിടെ അതും സ്കോളർഷിപ്പോട് കൂടിയാണ് പോകുന്നത്. ആ യൂണിവേഴ്സിറ്റി കിട്ടിയത് നല്ല യൂണിവേഴ്സിറ്റി, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞു, കമല ഹാരിസ് ആയിരിക്കും വരുന്നത്. കമല ഹാരിസിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ, അപ്പോഴുള്ള സ്റ്റുഡൻസിനിടയ്ക്കൊക്കെ ക്യാമ്പയിൻ ചെയ്യാൻ വളരെ ആക്റ്റീവായിരുന്നു ഈ പയ്യൻ. അപ്പം ഞാൻ ഈ അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇതിൻ്റെ ഫേസുകളൊക്കെ പല ഇൻ്റർനാഷണൽ ചാനലിലൊക്കെ ഞാൻ കണ്ടു. കാരണം CNN അകത്തും മറ്റുള്ള ചാനലിലും സ്കൈയിലൊക്കെ ABC-ലൊക്കെ കാരണം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക മുമ്പിൽ. ഞാൻ ഈ പയ്യനോ സ്നേഹം കൊണ്ട് മെസ്സേജ് അയച്ചു, നീ വിഡ്ഢിത്തരം കാണിക്കുന്നത്, നിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നോക്ക്, അബദ്ധമാണ് നീ കാണിക്കുന്നത്, കാരണം നീ നല്ല ടാലൻറ്റഡാ. ഒരു കുഴപ്പമില്ല ചായ, വി ആർ വെരി ഹാപ്പി ഹിയർ. ഡെമോക്രാറ്റ്സ് ആണ് വരുന്നത്, ഒരു പ്രശ്നമില്ല. അവരുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ്, അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്കകത്തുള്ളവർ ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഒക്കെ പറഞ്ഞു. ആ പാവത്തെ അടിച്ചു വിട്ടു, കയറ്റി വിട്ടു. തിരിച്ചു വന്നു, ഡൽഹിയിൽ വന്നു. ഇതേപോലെ പല ആൾക്കാരും മണ്ടത്തരം കാണിച്ച് ഒരു രാജ്യത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടാലൻറ്റ്, അത് ചിലപ്പോൾ എന്തുവരെയും പാസ്പോർട്ടിൻ്റെയും ജീവിതത്തിൽ ചിലപ്പോൾ അവിടെ കയറാൻ പറ്റാത്ത രീതിയിലായിരിക്കും അടിച്ചു വിട്ടേക്കുന്നത്. കാരണം ആ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലോകത്തൊരു രാജ്യത്ത് പിന്നെ കയറ്റത്തില്ല. ആ കയറ്റാൻ പോകുന്ന രാജ്യം പിന്നെ പാകിസ്ഥാനായിരിക്കും, അല്ലെങ്കിൽ മിനി പാകിസ്ഥാനിൽ കയറ്റും. തമാശയായിട്ടില്ല ഞാൻ പറയുന്നത്, ടേക്ക് ഇറ്റ് സീരിയസ്ലി. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ന്യൂയോർക്കിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഹമാസ്, മറ്റ് നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കയിൽ ഒത്തിരി ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട്, ലെഫ്റ്റ് ലിബറൽ ഇൻ്റലക്ച്വൽസ്. അപ്പോൾ അവിടെ വന്ന് ഗ്രീൻ കാർഡ് വിസയിൽ അവിടെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെ ഉൾപ്പെടെയാണ് അടിച്ചു വിട്ടേക്കുന്നത്. ഈ ട്രംപ് ആ കാര്യത്തിലൊക്കെ വളരെ ആക്റ്റീവാണ്. അയാൾ ആ കാര്യത്തിൽ മനസ്സിലാക്കുക, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ട്രംപിൻ്റെ ഒക്കെ ഐഡിയ എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധിയെ കൊണ്ടു നടന്ന് അവരെയും കൂടെ അടിച്ചങ്ങ് വിട്ടു. കാരണം ഈ പോകുന്ന രാഹുൽ ഗാന്ധിയുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപ്പെട്ട എല്ലാ സ്റ്റുഡൻസും ഹോസ്റ്റ് ചെയ്തവരെല്ലാം ഈ പറയുന്ന ഹമാസ് അനുകൂലികളായിരുന്നു. അതാണ് ഇത് തമാശ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, സംഘടനയുണ്ട്. അപ്പോൾ അവരാണ് ഈ രാഹുൽ ഗാന്ധി അമേരിക്കയിലെ കൊണ്ട് പല സ്റ്റേജിൽ കൊണ്ട് പ്രസംഗിക്കുകയോ ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള പല സ്റ്റുഡൻസ് ഉണ്ട്, റിസർച്ചും അതൊക്കെ ചെയ്യുന്ന, അവിടെ പല ഫൗണ്ടേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവരെ ഉൾപ്പെടെ കയറ്റി വിട്ടേക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന സ്റ്റുഡൻസ് മലയാളികളായ സ്റ്റുഡൻസ്, ഇന്ത്യക്കാരായ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി എന്തെങ്കിലും ചെയ്താലും, മറ്റുള്ള രാജ്യത്ത് എന്തെങ്കിലും ചെയ്താലും, കാനഡയിൽ എന്തെങ്കിലും ചെയ്താലും അവർ നിങ്ങളെ നോട്ടീസ് ചെയ്യും. അവർ നിങ്ങളെ വെറുതെ വിടുത്തൊന്നുമില്ല. ഈ കാര്യം അവൻ്റെ രാജ്യത്ത് പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിങ്ങൾ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ കളർ. എപ്പോഴാണ് അവിടെ പൊളിറ്റിക്സ് മാറിയിട്ട് വേറൊരാൾ വരുന്നത്? അപ്പോൾ അതിനൊരു ബോധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല
പെട്ടെന്ന് പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു, അവിടെ മാറുന്നു, വേറൊരാൾ വരുന്നു. എന്താ ജർമ്മനിയിലുണ്ടായത്? ജർമ്മനിയിലുണ്ടായത് ശരിക്കും ഒരു ഭൂതത്തെ അങ്ങ് തുറന്ന്. കാരണം ആ മന്ത്രിസഭ തന്നെ രാജിവെച്ച് പോയി. രാജിവെച്ച് അവർ കെയർടേക്കറായിട്ട് ഫെബ്രുവരി 23 ഇലക്ഷനാണ്. ഇത് ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് സ്വർഗവാ കിട്ടി, ഇവിടെ സെറ്റിലായി, ഇവിടെ നിന്ന് തോന്നിയ ദിവസം കാണിക്കുക. നിങ്ങൾ ഇവിടുത്തെ സിറ്റിസൺ അല്ല, അവിടെ പഠിക്കാൻ പോയേക്കുക. നിങ്ങൾക്കറിയാം എത്ര ഇന്ത്യക്കാരുടെ സ്റ്റുഡൻസ് അവിടെ ജോലി ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം പറഞ്ഞ് ഏകദേശം 10-30,000 പേര് ഈ പാർട്ട് ടൈം ജോലി ഇല്ലാതായി. ആലോചിച്ച് നോക്കുക എത്രമാത്രം എഫക്റ്റഡാണ്. ഇനി പറയുന്ന പല ആൾക്കാർക്കും അവിടെ ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിലും പ്രശ്നമാവുക. ഇതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ജെല്ല് ചെയ്ത് പോയിക്കോണം. അവിടെ ഏതെങ്കിലും തോന്നി ഒരുത്തൻ പ്രകടനം കാണിച്ചു, ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അത് കയറ്റി വിടുക മാത്രമൊന്നുമല്ല. ഈ അമേരിക്ക ഒരു ആ രാജ്യത്തുനിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, പാസ്പോർട്ടിനകത്തും സിസ്റ്റത്തിനകത്തും കയറിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ദുബായിൽ പോലും കയറ്റില്ല, നിങ്ങൾ ഈ സൗദി അറേബ്യ പോലും കയറ്റത്തില്ല, ഈ ഖത്തറിൽ നിങ്ങളെ കയറ്റത്തില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ആകെ കളിക്കാൻ പറ്റുന്ന സുഡാപ്പി ഗെയിം കളിച്ച് വെറുതെ സമയം കളഞ്ഞ് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അത് ലോകത്തെ മുഴുവൻ വെറുപ്പിക്കും. എനിക്കറിയാവുന്ന പല മുസ്ലിം സ്റ്റുഡൻസിനും പറ്റിയത്. ഡൽഹിയിൽ നിന്ന് പോയ പല ആൾക്കാരും ജാമ്യ മിലയെ പഠിച്ച വളരെ സീനിയറായിട്ട് നല്ല മിടുക്കന്മാരായ പിള്ളേരവിടെ PhDക്ക് പോയവർ, മാസ്റ്റേഴ്സിന് പോയവർ, ഇവർക്കൊക്കെ അടി കിട്ടി. പല ആൾക്കാരും എനിക്കറിയാവുന്ന 2-3 പേർക്ക് സിവിൽ സർവീസ് എഴുതി കിട്ടിയതാണ്. അപ്പോൾ അതവർ മാറ്റി വെച്ചിട്ട് അവർ റിസർച്ച് ചെയ്യാൻ പോയി അമേരിക്കയിൽ. അവരെ ഉൾപ്പെടെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അലിഗഡ് യൂണിവേഴ്സിറ്റി പഠിച്ച പിള്ളേർ. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ത്? കാരണം നിങ്ങളിപ്പോൾ ഒരു പാകിസ്ഥാനോ സംഭവമാണെങ്കിൽ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മിനി പാകിസ്ഥാൻ കേരളത്തെ അവരോട് കൂടെ പറയുന്നത്. നിങ്ങൾ ബോധം വെച്ചേ ഇരിക്കാവൂ. ഈ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് എപ്പോഴാണ് മാറുന്നത് തലയിൽ അടി കിട്ടും. ഇതാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും എക്സിക്യൂട്ടീവ് ഓർഡർ. അത് എടുത്ത് വായിച്ചു നോക്ക്, എന്താണ് അതിൻ്റെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടൊന്നും ഇത് പോകാൻ പറ്റത്തൊന്നുമില്ല. മനസ്സിലാക്കിയിരിക്കണം എന്താണ് ആ രാജ്യം. ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് എപ്പോഴും മാറാം, പുതിയ ആൾ വരാം, ഇത് ദൂരെ കളയും. ഇത് മനസ്സിലാക്കണം.